ഒരു ഇതിഹാസം എങ്ങനെയാണ് ഉണ്ടാകുന്നത് എന്ന് എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? അത് ചിലപ്പോൾ ഒരു കൊട്ടാരത്തിന്റെ പകിട്ടിൽ നിന്നോ വലിയൊരു യുദ്ധക്കളത്തിൽ നിന്നോ ആയിരിക്കില്ല, മറിച്ച് ആരും പ്രതീക്ഷിക്കാത്ത ഒരു ദുരന്തത്തിൽ നിന്നാവാം. അപ്പോ ലോകത്തിലെ തന്നെ ഏറ്റവും പഴക്കമുള്ളൊരു ഇതിഹാസകാവ്യത്തിന്റെ പിറവിയുടെ കഥയിലേക്ക് നമുക്കൊന്ന് പോയി നോക്കാം. ഈ കേട്ട വാക്കുകൾ അതൊരു വെറും വിലാപം മാത്രമായിരുന്നില്ല കേട്ടോ. അത്രയും ആഴത്തിലുള്ള ഒരു ദുഃഖത്തിന്റെ ആ നിമിഷം അറിയാതെ തന്നെ ഒരു കാലത്തെ അതിജീവിക്കുന്ന ഇതിഹാസത്തിന് വിത്തുപാകുകയായിരുന്നു. അപ്പോ എന്താണ് അവിടെ സംഭവിച്ചത്? നമുക്ക് ആ കഥയിലേക്ക് ആഴത്തിലിറങ്ങിച്ചെല്ലാം. അപ്പോ നമുക്ക് ആദ്യത്തെ ഭാഗത്തേക്ക് കടക്കാം. ഒരു ഋഷിയുടെ ദുഃഖം. ഈ കഥയുടെ എല്ലാം കേന്ദ്രം വാൽമീകി എന്ന മഹർഷിയാണ്. അദ്ദേഹത്തിന്റെ മനസ്സിലുണ്ടായ ആഴത്തിലുള്ളൊരു മുറിവിൽ നിന്നാണ് സത്യത്തിൽ എല്ലാം തുടങ്ങുന്നത്. വാൽമീകി കണ്ട ആ ഒരു രംഗം നമുക്കൊന്ന് ഓർത്തുനോക്കാം. സ്നേഹത്തോട് ഒന്നിച്ചിരുന്ന ഒരു ജോഡി ക്രൗഞ്ചപക്ഷികൾ. പെട്ടെന്നാണ് ഒരു വേടന്റെ അമ്പ് വന്ന് അവയിലൊന്നിന്റെ ജീവനെടുക്കുന്നത്. തന്റെ പ്രിയപ്പെട്ട ഇണയുടെ ജീവനറ്റ ശരീരത്തിനരികെ മറ്റേ പക്ഷി ഹൃദയം നുറുങ്ങി കരയുകയാണ്. ഈയൊരു തീവ്രമായ വേദനയാണ് നമ്മുടെ ഈ കഥയുടെ കാതൽ. അപ്പോ ആ ഒരു കാഴ്ചയുണ്ടല്ലോ, അത് തറച്ചത് നേരെ വാൽമീകിയുടെ ഹൃദയത്തിലേക്കായിരുന്നു. ആ പക്ഷിയുടെ ദുഃഖം പതിയെ അദ്ദേഹത്തിൻ്റെതായി മാറി. ആ ഒരു വിഷമാവസ്ഥയിൽ അദ്ദേഹത്തിന്റെ മനസ്സ് മുഴുവനായും അലിഞ്ഞുചേർന്നു. ഇനി കഥയുടെ അടുത്ത ഭാഗത്തേക്ക്, ദിവ്യാതിഥി. വാൽമീകി ഇങ്ങനെ ദുഃഖത്തിൽ ആണ്ടു നിൽക്കുമ്പോഴാണ് ആരും ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരു കാര്യം അവിടെ സംഭവിക്കുന്നത്. കഥയുടെ ഗതി തന്നെ മാറ്റിമറിച്ച ആ ഒരു ദിവ്യമായ ആഗമനത്തെക്കുറിച്ച് നമുക്ക് നോക്കാം. ഒന്ന് ആലോചിച്ചു നോക്കൂ, വാൽമീകിയുടെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ടത് ആരാണെന്നോ? സാക്ഷാൽ ബ്രഹ്മാവ്, ലോകത്തിന്റെ സ്രഷ്ടാവ്, പ്രപഞ്ചത്തിന്റെ നാഥൻ. ആ 4 മുഖങ്ങളുള്ള തേജോമയമായ രൂപം അവിടെ പ്രകാശിച്ചു നിന്നു. ലോകസ്രഷ്ടാവിനെ കൺമുന്നിൽ കണ്ട വാൽമീകി അക്ഷരാർത്ഥത്തിൽ സ്തംഭിച്ചുപോയി. ഭക്തിയും ആദരവും നിറഞ്ഞ മനസ്സോടെ അദ്ദേഹം കൈകൾ കൂപ്പി ആ ദിവ്യസാന്നിധ്യത്തെ വണങ്ങി. ഇനിയാണ് ഈ കഥയുടെ ഏറ്റവും പ്രധാനപ്പെട്ട, ഏറ്റവും മനോഹരമായ ഭാഗം. സഹിക്കാനാവാത്ത വേദന എങ്ങനെയാണ് അതുല്യമായ ഒരു കവിതയായി മാറുന്നത് എന്ന ആ ഒരു അവിശ്വസനീയമായ രൂപാന്തരം നമുക്ക് കാണാം. ഇവിടെയാണ് ആ ഒരു മാജിക് സംഭവിക്കുന്നത്. വാൽമീകിയുടെ ശോകം, അതായത് ദുഃഖം, ശ്ലോകം എന്നൊരു പുതിയ കാവ്യരൂപമായി മാറുകയാണ്. അദ്ദേഹത്തിന്റെ ഹൃദയത്തിൽ നിന്നുണ്ടായ ആ വേദനയിൽ നിന്നാണ് സംസ്കൃത സാഹിത്യത്തിൽ ഒരു പുതിയ ശാഖ തന്നെ ജനിക്കുന്നത്. താൻ അറിയാതെ പറഞ്ഞുപോയത് ഒരു ശാപവാക്കാണെന്നൊക്കെ കരുതി വിഷമിച്ചു നിൽക്കുകയായിരുന്നു വാൽമീകി. അപ്പോഴാണ് ബ്രഹ്മാവ് പുഞ്ചിരിച്ചുകൊണ്ട് ആ രഹസ്യം വെളിപ്പെടുത്തുന്നത്. അങ്ങ് ഒരു ശ്ലോകം രചിച്ചിരിക്കുന്നു. ആ നിമിഷം വാൽമീകിക്ക് അതൊരു പുതിയ അറിവായിരുന്നു. അതായത് ഇതൊരു വെറും യാദൃച്ഛികതയായിരുന്നില്ല, ബ്രഹ്മാവിന്റെ തന്നെ ഇച്ഛയായിരുന്നു അത്. വാൽമീകി ഒരു നിമിത്തം മാത്രമായിരുന്നു. ഈ കാവ്യരൂപത്തിന് ജന്മം നൽകുക എന്നത് ഒരു ദൈവീക പദ്ധതിയുടെ ഭാഗം തന്നെയായിരുന്നു. അപ്പോ ഈ പുതിയ കാവ്യരൂപം വെറുതെ അങ്ങുണ്ടായതല്ല, അല്ലേ? അതിനൊരു വലിയ ലക്ഷ്യം തന്നെയുണ്ടായിരുന്നു. ബ്രഹ്മാവ് വാൽമീകിക്ക് നൽകിയ ആ മഹത്തായ ദൗത്യം എന്തായിരുന്നുവെന്ന് നമുക്ക് നോക്കാം. ബ്രഹ്മാവ് വാൽമീകിക്ക് കൊടുത്ത നിർദ്ദേശങ്ങൾ വളരെ വ്യക്തമായിരുന്നു. ഒന്നാമതായി ദൗത്യം, ശ്രീരാമന്റെ സമ്പൂർണ്ണ ചരിത്രം രചിക്കണം. രണ്ടാമതായി രീതി, താനിപ്പോൾ കണ്ടെത്തിയ ഈ ശ്ലോകം എന്ന കാവ്യരൂപം തന്നെ ഉപയോഗിക്കണം. മൂന്നാമത് ഉറവിടം, നാരദ മഹർഷിയിൽ നിന്ന് കേട്ടറിഞ്ഞ കഥ അതുപോലെ വിവരിക്കണം. എല്ലാം കൃത്യമായി നിർവചിക്കപ്പെട്ടിരുന്നു. ഈയൊരു വലിയ ദൗത്യം ചെയ്യാൻ വാൽമീകിക്ക് ഒരു ദൈവീക സഹായവും വാഗ്ദാനം ചെയ്തു. രാമന്റെ ജീവിതത്തിലെ അറിയുന്നതും അറിയാത്തതും, എന്തിന് രഹസ്യമായതുമായ എല്ലാ കാര്യങ്ങളും അദ്ദേഹത്തിനു മുന്നിൽ വെളിപ്പെടുമെന്ന്. അതായത് അദ്ദേഹത്തിന്റെ അറിവ് പൂർണ്ണമായിരിക്കും. അതിനുശേഷം ബ്രഹ്മാവ് കൊടുത്ത വാഗ്ദാനം ശരിക്കും അവിശ്വസനീയമായിരുന്നു. ഈ ഇതിഹാസത്തിലെ അങ്ങയുടെ ഒരു വാക്കുപോലും ഒരിക്കലും അസത്യമായി ഭവിക്കുകയില്ല. ആ കാവ്യത്തിന്റെ സമ്പൂർണ്ണ സത്യസന്ധത അദ്ദേഹം ഉറപ്പു നൽകി. അതുമാത്രമല്ല, രണ്ടാമതൊരു ശക്തമായ വാഗ്ദാനം കൂടി വന്നു. ഈ ഇതിഹാസത്തിന് ഒരു കാലത്തും അവസാനമുണ്ടാവില്ല എന്ന് ഉറപ്പു നൽകുന്ന വാക്കുകൾ. ഈ ഭൂമിയിൽ മലകളും പുഴകളുമുള്ള കാലത്തോളം രാമായണവും നിലനിൽക്കുമെന്ന ഉറപ്പ്. അങ്ങനെ വാൽമീകിക്ക് ആ ദൈവികമായ ദൗത്യം കിട്ടി. ഇനി നമുക്ക് ആ മഹത്തായ ഇതിഹാസം എങ്ങനെയാണ് പിറന്നത് എന്നതിന്റെ അവസാന ഘട്ടത്തിലേക്ക് കടക്കാം. ബ്രഹ്മാവ് അപ്രത്യക്ഷനായതിനുശേഷം അവിടെ എന്താവും സംഭവിച്ചിട്ടുണ്ടാകുക, അല്ലേ? വാൽമീകിയും ശിഷ്യന്മാരുമൊക്കെ ശരിക്കും ഒരുതരം അത്ഭുത ലോകത്തായിരുന്നു. തങ്ങൾ കണ്ടതൊരു സ്വപ്നമായിരുന്നു എന്നുപോലും അവർ ഒരു നിമിഷം സംശയിച്ചു കാണും. അതായിരുന്നു ആ നിമിഷം, ആ ഉറച്ച തീരുമാനത്തിന്റെ നിമിഷം.
വാൽമീകി തന്റെ ദൈവികമായ ദൗത്യം പൂർണ്ണ മനസ്സോടെ ഏറ്റെടുത്തു. രാമായണം എന്ന ഇതിഹാസകാവ്യം ഈ പുതിയ ശ്ലോകരീതിയിൽ രചിക്കാൻ അദ്ദേഹം ഉറപ്പിച്ചു. അങ്ങനെയാണ് നോക്കൂ, വാൽമീകിയുടെ ദുഃഖത്തിൽ നിന്ന് കാവ്യം എന്നൊരു പുതിയ സാഹിത്യരൂപം തന്നെ ഉണ്ടാവുന്നത്. അപ്പോൾ എന്താണ് ഈ കാവ്യം? അതിലെ നായകന്റെ മഹത്വത്തെ വാഴ്ത്തുന്ന നല്ല ഭംഗിയുള്ള വാക്കുകളും ശ്രേഷ്ഠമായ അർത്ഥവും കൃത്യമായ താളവുമൊക്കെയുള്ള ഒരു അതുല്യരചന. വാൽമീകിയുടെ ഓരോ നിമിഷത്തെ ദുഃഖത്തിന് ലോകത്തിലെ ഏറ്റവും വലിയ ഇതിഹാസങ്ങളിലൊന്നിന് ജന്മം നൽകാൻ കഴിഞ്ഞെങ്കിൽ ഒന്നാലോചിച്ചു നോക്കൂ, നമ്മുടെയൊക്കെ ഉള്ളിലെ ആഴത്തിലുള്ള വികാരങ്ങൾക്ക് എന്തൊക്കെ അത്ഭുതങ്ങൾ സൃഷ്ടിക്കാൻ കഴിയുമല്ലേ? അടുത്ത തവണ കാണുന്നതുവരെ നന്ദി.